2025 കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ ബഹുമുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം ബഹുനിയമവും കയർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് 2025 കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സാർ, ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ബില്ലാണ് സാർ. ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബഹളമല്ല സാർ. യഥാർത്ഥത്തിൽ ശ്രീ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായി നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് 2029 കേരള ഏക കിടപ്പാട് സംരക്ഷണ ബിൽ. മുഖ്യമന്ത്രിക്ക് വേണ്ടി സാർ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിയമവും വ്യവസായവും കയർ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് 2025 കേരള ഏക കിടപ്പാട നിയമ സംരക്ഷണ ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2025 കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയില്ല. ഇനി 2025 കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കുന്നു. 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ചർച്ചയില്ല. ഇനി 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്നു.